ഇന്നലെ എയർലി ക്ലിനിക്ക് എക്സ്പോഷറിന്റെ ഇടയിൽ ഇങ്ങനെ ആ അവിടെ വാർഡിൽ വെറുതെ നിൽക്കുകയായിരുന്നു. ആ എയർലി ക്ലിനിക് എക്സ്പോഷർ നിങ്ങൾക്ക് എന്തായിരുന്നു? ഞങ്ങൾക്ക് ഇന്നലെ പൾമനോളജി ആ മറ്റേ റെസ്പിറേറ്ററി റെസ്പിറേറ്ററി. പിന്നെ ഉള്ളത് എനിക്കൊന്ന് ഡിസെക്ഷൻ ആണോ അല്ലേ? ഡിസെക്ഷൻ ഹാളിൽ ഇപ്പൊ നീ നേരത്തെ പറഞ്ഞത്, അതായത് മറ്റേ സ്കിന്നും ഇതൊക്കെ ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞു. ഫസ്റ്റ് ഇൻസിഷൻ നമുക്ക് ഇങ്ങനെ കൈ വിറച്ചോണ്ടിരിക്കും അതില്. അതായത് ഇൻസെഷൻ എന്ന് പറയുമ്പോൾ മുറിക്കണം. ബോഡിയിൽ വേറൊരു കട്ടും ഉണ്ടായിരുന്നില്ല. ആസിമോട് കുറെ സംസാരിച്ചു. മെയിൻലി ഇവിടുത്തെ ഫസ്റ്റ് ഇയറിലെ എക്സ്പീരിയൻസസ് ആയിരുന്നു. ഫസ്റ്റ് ക്ലിനിക്കൽ എക്സ്പോഷറിന് പോയപ്പം, അതായത് ക്ലിനിക്കൽ എക്സ്പോഷർ എങ്ങനെയായിരുന്നു, ഡിസെക്ഷൻ ഹാളിൽ പോയപ്പോൾ ഉള്ള കുറച്ച് എക്സ്പീരിയൻസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യായിരുന്നു. ആസിം പറഞ്ഞു കുറെ പേർക്കൊക്കെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു അല്ലേ? അതൊക്കെ ബുദ്ധിമുട്ടുണ്ടാവും. ഒരു കണ്ടിട്ടില്ലാത്ത പലതും കാണേണ്ടി വരും. കണ്ടിട്ടില്ലാത്ത പലതും കാണേണ്ടി വരും എന്നൊക്കെ പറഞ്ഞു. അപ്പം അത് എനിക്ക് തോന്നുന്നു നിങ്ങൾക്കൊരു ഹെഡ്സപ്പ് പോലെയാണ്. നിങ്ങൾ എന്തായാലും അടുത്ത കൊല്ലം ഇപ്പം ആസിം തൃശ്ശൂർ മെഡിക്കൽ കോളേജിലാണ്, അതുപോലെ വിവിധ മെഡിക്കൽ കോളേജിലേക്ക് വരാൻ പോകുന്ന വിദ്യാർത്ഥികളാണ്. അപ്പം എന്താണ് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളൊരു ജസ്റ്റ് ഒരു ഇൻട്രോ പോലെയാണ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവുക. സോ ദിസ് ഈസ് ആസിം, നമ്മുടെ സൈലത്തിന്റെ വീര ബാച്ചിലെ സ്റ്റുഡന്റ് ആയിരുന്നു. ആസിം ഇപ്പം നമ്മുടെ തൃശ്ശൂർ മെഡിക്കൽ കോളേജിലെ ഫസ്റ്റ് ഇയർ MBBS വിദ്യാർത്ഥിയാണ്. അപ്പൊ ആസിമിന്റെ ഞാൻ ആസിമിനോട് ഓരോ ചോദ്യങ്ങൾ, മീൻസ് എനിക്കും അത്യാവശ്യം ഇത് കാര്യങ്ങൾ കേൾക്കാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. ആസിം അതേപോലെയാണ് പറഞ്ഞു തരുന്നത്. സോ ഐ തിങ്ക് ഈസ് ഗോയിങ് ടു ബിക്കം എ വെരി ഗുഡ് ഡോക്ടർ. അപ്പം കൺഗ്രാറ്റ്സ് ആസിം. എന്തായാലും എന്തുണ്ട്, എങ്ങനെ തോന്നുന്നു ഇപ്പോൾ ഒരു ആസിം കുറെ പറഞ്ഞു ഓൾറെഡി, എങ്ങനെ തോന്നുന്നു, എങ്ങനെ ഇപ്പം ഇങ്ങോട്ടൊരു ഇതിലേക്ക് കയറി ഇപ്പം, അല്ലെങ്കിൽ അവിടെ ഉണ്ടായിരുന്ന ആ ചേഞ്ച് എന്താണ്? നമ്മുടെ ഇപ്പം +2 നിന്ന് മാറി, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു റിപ്പീറ്റിംഗ് ജേണിൽ നിന്ന് മാറിയിട്ട് പെട്ടെന്നൊരു ഇതിലേക്ക് വന്നപ്പോണ്ടായ ഒരു ഡ്രാസ്റ്റിക് ആയിട്ടൊരു ചേഞ്ച് ആണല്ലോ, സിലബസ് മൊത്തം മാറിയ ചേഞ്ച് ആണല്ലോ. അപ്പൊ എന്താണ് ഇപ്പോഴത്തെ അവസ്ഥ? പലതും നമ്മള് അവിടെ ഇവിടെയൊക്കെ ബോണൊക്കെ നമുക്ക് എത്ര ബോണുണ്ടെന്ന് പഠിച്ചു. ഇപ്പൊ ഇവിടെ ഓരോ ബോണിന്റെ പേര്, കാര്യങ്ങൾ, പേരിനേക്കാൾ അതിലേറെ ഓരോ ബോണിന്റെ ഡീറ്റെയിൽസ് ഒക്കെ പഠിക്കുമ്പോൾ, പിന്നെ ഓരോ രോഗങ്ങളെ പറ്റിയിട്ടും അതെങ്ങനെ ഉണ്ടാവുന്നതെന്നുള്ളതൊക്കെ. അതെ, ഇപ്പൊ ആസിം എന്നോട് പറയാം, ഇപ്പം ഡിസെക്ഷന്റെ സമയത്ത് നെർവ്സിനെ കുറച്ച് കാര്യങ്ങൾ, നെർവ്സിനെ ഐഡന്റിഫൈ ചെയ്യണം, വെയിൻസ് ആർട്ടറിയും തമ്മിൽ തിരിച്ചറിയണം. ഇപ്പം നെർവ് ഏതാണ്, വലിയ നെർവ് അല്ലെ, ഏതായിരുന്നു നെർവ്? സയാറ്റിക് നെർവ്. സയാറ്റിക് നെർവിന്റെ കാര്യം പറഞ്ഞു. അപ്പൊ ആ കാര്യമൊക്കെ ഇങ്ങനെ ആള് പറയായിരുന്നു. അപ്പം കോളേജ് ലൈഫ് എങ്ങനെ പോകുന്നു? കോളേജ് ലൈഫ് ഒക്കെ കോളേജ് അക്കാഡമിക്സ് എങ്ങനെയുണ്ട് തൃശ്ശൂർ മെഡിക്കൽ കോളേജ്? അക്കാഡമിക്സ് ഉഷാറായിട്ട് പോകുന്നുണ്ട്. ഇപ്പോൾ ഫസ്റ്റ് സെഷനൽ എക്സാം കഴിഞ്ഞു, 2-3 ആഴ്ച ആയിട്ടുള്ളൂ കഴിഞ്ഞിട്ട്. പിന്നെ അതിന്റെ കൂടെ ഇവിടെ ആർട്സ് സ്പോർട്സും എല്ലാം പ്രോഗ്രാംസ് ഉണ്ടായിരുന്നല്ലേ? കോൺവക്കേഷൻ ആയിരുന്നു ഇവിടെ. ഇന്നലെ ഞങ്ങള് 43rd ലെനക്കാണ്, ഇന്നലെ 37th ലെനക്കിന്റെ കോൺവക്കേഷൻ പ്രോഗ്രാം. മൊത്തത്തിലൊരു എന്താണ്, ഒരു MBBS സ്റ്റുഡന്റിന്റെ ആ ഒരു ഫുൾ പരിവേഷത്തിലാണ് ആൾ ഇരിക്കുന്നത്. അപ്പൊ നമുക്ക് എന്തായാലും ഒരു വർഷത്തെ അല്ലെങ്കിൽ കുറച്ച് മാസത്തെ മുമ്പിലുള്ളൊരു, കുറച്ച് മാസങ്ങളായിട്ടുള്ളത്, നിങ്ങൾ പഠിച്ചിറങ്ങി നീറ്റ് കഴിഞ്ഞിട്ട് കുറച്ച് മാസങ്ങളായിട്ടുള്ളൂ. അപ്പൊ ആ ഒരു ജേണി നിങ്ങളെ ഇവിടെ ഒന്ന് ഷെയർ ചെയ്യാനാണ് ശരിക്കും ആസിം ഇവിടെ ഉള്ളത്. അപ്പം ഫസ്റ്റ് ഓഫ് ഓൾ ആസിം, അതായത് നീറ്റ് ക്രാക്ക് ചെയ്ത് കഴിഞ്ഞു. നീറ്റ് ക്രാക്ക് ചെയ്തതിന് ഇപ്പം ക്രാക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ, അതായത് കോൺഫിഡന്റ് ആയിരുന്നോ, അത് എങ്ങനെയായിരുന്നു ആ സമയത്തൊരു അവസ്ഥ എന്തായിരുന്നു? ഇത്രയും കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിരുന്നോ? ഇത്രയും സ്കോർ ചെയ്യാൻ പ്രതീക്ഷിച്ചിരുന്നോ? എന്തായിരുന്നു ആ ഒരു ഫീലിംഗ്? സൈലത്തില് ലാസ്റ്റ് മോക്ക് ടെസ്റ്റ് ഒക്കെ എഴുതിയപ്പോ ഉണ്ടായിരുന്ന സ്കോറിന്റെ ഏകദേശം ആ ഒരു സ്കോർ തന്നെയാണ് വന്നത്. പിന്നെ പ്രതീക്ഷിച്ചു ഏകദേശം നോക്കിയപ്പോ റാങ്ക് ഒക്കെ വന്നപ്പോ ഈ ഒരു തൃശ്ശൂരാണ് ഏകദേശം കിട്ടാൻ സാധ്യത എന്നുള്ളത് മനസ്സിലായി. അങ്ങനെ വന്നു. ഓക്കെ, അപ്പം ആസിം ഇപ്പം ഒരു കൊല്ലം റിപ്പീറ്റ് ചെയ്ത സമയത്ത് എങ്ങനെയായിരുന്നു ഒരു സ്ട്രാറ്റജി? ഇപ്പം ഫിസിക്സും കെമിസ്ട്രിയും ബോട്ടണി സുവോളജി ഉണ്ടല്ലോ, അപ്പൊ ഏത് സബ്ജക്റ്റിനെയാണ് കൂടുതലായിട്ട് അപ്രോച്ച്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടായിരുന്നോ? ബയോളജി പഠിക്കാൻ സുഖമായതുകൊണ്ട് ബയോളജിക്ക് അധിക ടൈം മാറ്റി വെച്ചില്ല. കുറച്ച് ഫിസിക്സ് ആണ് ചെയ്തു ഇഷ്ടമായിരുന്നു. ക്വസ്റ്റ്യൻസ് ചെയ്യാൻ ഫിസിക്സ് ഇഷ്ടമായിരുന്നു. പിന്നെ ഓർഗാനിക് കെമിസ്ട്രി ചെയ്യാൻ ഇഷ്ടമായിരുന്നു. പിന്നെ കുറെ എല്ലാ സംഭവങ്ങളും. അപ്പൊ ബയോളജി ഓൾറെഡി ഇപ്പം ആസിം പറഞ്ഞപ്പോ ബയോളജി കുറെയൊക്കെ ഇതാക്കുന്നു. അപ്പൊ ഈ ബയോളജിയിൽ ഒരു മെയിൻ പ്രശ്നമല്ലേ മെമ്മറൈസ് ചെയ്യാൻ പറ്റുക, അതേപോലെ തന്നെ റിവിഷൻ എങ്ങനെ നടത്തുക എന്നുള്ളത്. ഈ ബയോളജിന്റെ റിവിഷനും മെമ്മറൈസേഷൻസ് ഒക്കെ എങ്ങനെ നടത്തിക്കൊണ്ടിരുന്നത്? അപ്പൊ കുറച്ച് കാര്യങ്ങൾ മെമ്മറൈസ് ചെയ്യണോ ടെക്സ്റ്റിൽ നിന്നൊക്കെ, അപ്പൊ അതെങ്ങനെയായിരുന്നു? ന്യൂമോണിക്സ് പോലെയൊക്കെ ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുന്നവരുണ്ട്. പിന്നെ ഫാമിലീസിന്റെ പേരൊക്കെ മറ്റേ ഫ്ലോറൽ, അങ്ങനെ അനാട്ടമി, ഫ്ലവേഴ്സിന്റെ അനാട്ടമി ഒക്കെ പഠിക്കാൻ കുറച്ച് കോഡ് പോലെയൊക്കെ നോക്കുന്നതാണ് നല്ലത്. എക്സാമ്പിൾസ് കുറെ പഠിക്കാനുണ്ടാവും. ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്തില്ലായിരുന്നു? അതായത് ബയോളജി ടെക്സ്റ്റ് വായിക്കുന്നതിന്റെ കൂടെ തന്നെ ക്വസ്റ്റ്യൻസും വർക്ക്ഔട്ട് ചെയ്താണ് പോയിക്കൊണ്ടിരുന്നത്. ബയോളജി
അധികം ക്വസ്റ്റ്യൻസ് ചെയ്തിട്ടില്ല. ബയോളജി കൂടുതലും ടെക്സ്റ്റ് വായിക്കുക, പിന്നെ എക്സാമിന്റെ ക്വസ്റ്റ്യൻസ് ചെയ്യുക, ചെയ്യാനുള്ള അങ്ങനത്തെ ആയിരുന്നു. ശരിക്കും നമ്മുടെ ഇപ്പോൾ നീറ്റ് എഴുതിയല്ലോ, നീറ്റ് ചെയ്യുന്ന മുമ്പ് സൈലത്തിലെ ബയോളജീൻ്റെ ക്വസ്റ്റ്യൻസും നീറ്റിന്റെ ക്വസ്റ്റ്യൻസ് അതിന്റെ ഒരു കമ്പാരിസൺ പറയാം, എങ്ങനെയായിരുന്നു, എത്രത്തോളം ഹെൽപ്പ് ആയിട്ടുണ്ടെന്നുള്ളത്. ബയോളജി ക്വസ്റ്റ്യൻസ് നമ്മൾ പറഞ്ഞു കൂടുതൽ സ്റ്റേറ്റ്മെന്റിലേക്ക് ഒരു ഷിഫ്റ്റ് വന്നിട്ടുണ്ടല്ലോ, ബയോളജി സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് ഉള്ളവർക്കുള്ള ഒരു ഇതുണ്ടല്ലോ, ഏതാണ് കറക്റ്റ് ഇൻകറക്റ്റ് അങ്ങനത്തെ സാധനങ്ങൾ. അപ്പൊ അത് എത്രത്തോളം ഇതായിട്ടുണ്ട്? അത് ഏകദേശം സെയിം മോഡലായിരുന്നു. മോഡലായിരുന്നു. സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് ഒക്കെ അപ്പൊ അത് വർക്കൗട്ട് ചെയ്യലായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. ഈ അസോസിയേഷൻ റീസണിങ് അങ്ങനത്തെ ഒക്കെ ചെയ്യുകയാണെങ്കിൽ ടെക്സ്റ്റ് കുറച്ച് തറവായിട്ട് അറിയണം. അപ്പൊ അങ്ങനെ ചെയ്തു, പിന്നെ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്തു പോയി. ശരി ശരി. അപ്പം പിന്നെ എനിക്ക് തോന്നുന്നു എല്ലാവരും മെയിൻലി ഉള്ളൊരു ഇതെന്ന് പറയുന്നത് റിവിഷൻ. അതായത് ഇപ്പം കൺസെപ്റ്റ് ഒക്കെ ചാപ്റ്ററുകളെല്ലാം പഠിക്കും. ഈ ചാപ്റ്റർ ഒക്കെ പഠിക്കുന്നതിന്റെ കൂടെ തന്നെ ഇത് മറന്നു പോകാതിരിക്കണമല്ലോ. നമ്മൾ സാധാരണ നമ്മുടെ ടൈം ടേബിൾ അനുസരിച്ച് നിങ്ങൾ ചാപ്റ്റർ പഠിച്ചുകൊണ്ട് പോകുമായിരിക്കും. അപ്പൊ അതിന്റെ ഇടയിൽ ഈ ഇപ്പം ഞാനിപ്പോൾ ഇലക്ട്രോസ്റ്റാറ്റിക്സ് പഠിച്ചു, 4 ക്ലാസ് ലൈവ് ക്ലാസ് കണ്ട് അല്ലെങ്കിൽ ഓഫ്ലൈനിൽ ഇരുന്നത് പഠിച്ചു കഴിഞ്ഞു. ഈ ഇലക്ട്രോസ്റ്റാറ്റിക്സ് പിന്നെ മറന്നു പോകാതിരിക്കാൻ വേണ്ടി എന്താ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എന്തായിരിക്കും ചെയ്തിട്ടുണ്ടാവുക? അതില് ഇക്വേഷൻസ് ഒക്കെ ഒന്ന് ഡിറൈവ് ചെയ്ത് നോക്കുന്ന, ഇക്വേഷൻ ഓർമ്മ വെക്കാൻ നല്ലതാണ്. ഇക്വേഷൻ പെട്ടെന്ന് മറന്നു പോയാലും കൺസെപ്റ്റിന്ന് എങ്ങനെ ഇക്വേഷനിലേക്ക് എത്താന്നില്ലതൊന്ന് അതെ അതെ മനസ്സിലായി പഠിക്കാൻ പറ്റുന്ന ഇക്വേഷൻസ് അങ്ങനെ തന്നെ പഠിച്ചു വെക്കുക എന്നുള്ളതാണ്. അങ്ങനെ പഠിച്ചേക്കുക. പിന്നെ ഓവർ കോംപ്ലക്സ് ആയിട്ടുള്ള ഇക്വേഷൻ ആണെന്നുണ്ടെങ്കിൽ എങ്ങനെയെങ്കിലും നമ്മുടെ രീതിയിൽ ന്യൂമോണിക്സ് വെച്ചിട്ട് ഓക്കെ എന്നുള്ളത്. ഫിസിക്സ് മെയിൻലി ഇപ്പൊ നമ്മൾ പറഞ്ഞ പോലെ ഒരു ചാപ്റ്റർ പഠിച്ചു. നമ്മൾ ചിലപ്പോൾ റെക്കോർഡ് ക്ലാസ് കണ്ടിട്ടോ ലൈവ് ക്ലാസ് കണ്ടോ ചാപ്റ്റർ പഠിക്കുന്നു. ചാപ്റ്റർ പഠിച്ചു കഴിഞ്ഞിട്ട് പിന്നെ ആ ചാപ്റ്ററിനെ പിന്നെ അടുത്ത ചാപ്റ്ററിലേക്ക് കയറുക. അപ്പൊ ആ ചാപ്റ്റർ ഓർത്തിരിക്കാൻ വേണ്ടി ആ ചാപ്റ്ററിലെ മെത്തേഡ്സ് എന്താ, അത് പിന്നെ മറന്നു പോയിരിക്കാൻ വേണ്ടി ഇടയ്ക്കിടയ്ക്ക് റിവിഷൻ ചെയ്യുമായിരുന്നോ? ഇടയ്ക്ക് ക്വസ്റ്റ്യൻസ് പഴയ ഒരു 10 ക്വസ്റ്റ്യനൊക്കെ പഴയ ചാപ്റ്ററിന് എടുത്ത് ചെയ്യും. അപ്പോൾ ഈ ഇക്വേഷൻ മറന്നു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് സിമ്പിൾ ഇക്വേഷൻസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ കൺസെപ്റ്റിന്ന് എങ്ങനെ ഡിറൈവ് ചെയ്ത് വന്നു എന്നുള്ളത് ഒന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ ആ ഇക്വേഷൻ ശരിക്കും എല്ലാ ഇക്വേഷനും പഠിച്ചിരിക്കുക എന്നുള്ളത് പ്രാക്ടിക്കലി പോസിബിൾ അല്ല. കുറെയൊക്കെ കൺസെപ്റ്റിൽ നിന്ന് നമ്മൾ എടുത്ത് ഇതൊക്കെയാണെന്നുള്ളത് മനസ്സിലാക്കണം. പാടുള്ള ഇക്വേഷൻസ് ബൈ ഹാർട്ട് ചെയ്ത് സാധനം വെക്കുക എന്നുള്ളതാണ് നമ്മുടെ സ്ട്രാറ്റജി. അങ്ങനെയാണ്. NCERT ഫിസിക്സിന് എങ്ങനെ യൂസ് ചെയ്തേ? NCERT ബാക്ക് എക്സസൈസ് സോൾഡ് എക്സാമ്പിൾസ് ചെയ്യും. അത് കൺസെപ്റ്റ് മനസ്സിലാക്കാനായിട്ട് ഭയങ്കര. പിന്നെ നമുക്കിപ്പം എന്ന് വെച്ചാൽ നമുക്കിപ്പോ നിങ്ങൾക്ക് ഒരു ടൈം ടേബിൾ ഉണ്ടാവുമല്ലോ, ആ ടൈം ടേബിൾ അനുസരിച്ചല്ലേ ഇപ്പം ആസിമാണെങ്കിലും ഫോളോ ചെയ്ത് പോയത്. അപ്പം കറക്റ്റ് സൈലത്തില് ഈ ചാപ്റ്റേഴ്സ് പഠിക്കാൻ വന്നു കഴിഞ്ഞാൽ അത് തന്നെ പെൻഡിങ് വരുത്താതെ ഇങ്ങനെ ഫോളോ ചെയ്ത് നോക്കുക എന്നുള്ളതാണ്. ശരി ശരി. അപ്പൊ നമ്മുടെ ഇപ്പൊ ഈ ഒരു സ്ട്രാറ്റജി ഉണ്ടല്ലോ, ഇപ്പൊ നമ്മളിപ്പം ആദ്യമേ നമ്മൾ ഫുൾ ടോപ്പിക്സ് തീർക്കുന്നു, അതനുസരിച്ച് റിവിഷൻ സ്റ്റാർട്ട് ചെയ്യുന്നു, അതിനനുസരിച്ച് കൂടെ എക്സാംസും പോകുന്നു. അപ്പൊ ആ സ്ട്രാറ്റജി എത്രത്തോളം യൂസ് ചെയ്തിട്ടുണ്ട്, നീറ്റിന്റെ എക്സാമിൽ എത്രത്തോളം ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്? റിവിഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന്റെ മുന്നേ പെൻഡിങ് വന്ന കുറച്ച് പോർഷൻസ് അവിടെ കംപ്ലീറ്റ് ആക്കി, പിന്നെ റിവിഷന്റെ കൂടെ കറക്റ്റ് ആയിട്ട്, അതായത് റിവിഷൻ ഒന്നും മിസ് ചെയ്യാതെ 4 ചാപ്റ്റേഴ്സ് ആണെങ്കിൽ 4 ചാപ്റ്റേഴ്സ് കറക്റ്റ് നോക്കി പോയി കഴിഞ്ഞാൽ ലാസ്റ്റ് പിന്നെ മോക്ക് ടെസ്റ്റിന്റെ ടൈമിൽ നമുക്ക് ആ മോക്ക് ടെസ്റ്റിനുള്ളത് മാത്രം ഇങ്ങനെ പെട്ടെന്ന് പ്രിപ്പയർ ചെയ്യാൻ പറ്റും. അപ്പൊ അതിനുവേണ്ടി എങ്ങനെ മെറ്റീരിയൽസോ മൈൻഡ് മാപ്സോ അങ്ങനെ നമ്മൾ യൂസ് ചെയ്യുമായിരുന്നോ? അതായത് മൈൻഡ് മാപ്സ് ഏറ്റവും ലാസ്റ്റ് എക്സാമിന്റെ തലേന്ന് റിവിഷൻ വേണ്ടി യൂസ് ചെയ്യും. എല്ലാ ഇക്വേഷൻസ് ഒക്കെ ഒന്ന് കണ്ട് പിന്നെ നമ്മുടെ ആപ്പ് ഉപയോഗിച്ചിട്ട് വീഡിയോസ് അല്ലാണ്ട് ഓഫ്ലൈനിലെ ക്ലാസ്സുകളൊക്കെ കണ്ടിട്ടാണ് പോകുന്നത്. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ നമുക്കിപ്പോ ഡെയിലി എക്സാംസ് ഉണ്ട്, നമ്മളിപ്പോ ഡെയിലി എക്സാംസ് നടത്തുന്നുണ്ടല്ലോ. അപ്പൊ ഈ ഡെയിലി എക്സാംസിന് എങ്ങനെയാ? അതിപ്പോ നമുക്ക് ചിലപ്പോൾ എല്ലാം ശരിയാകണമെന്നില്ല, കുറെയൊക്കെ പോകും. അപ്പൊ അതിന്റെ ഡെയിലി എക്സാംസ് നിങ്ങളുടെ ക്വസ്റ്റ്യൻ നിങ്ങളുടെ കയ്യിലേക്ക് തരികയാണ്. ഈ ഡെയിലി എക്സാംസ് കഴിഞ്ഞാൽ അതിന്റെ റിവിഷൻ എങ്ങനെയാ ചെയ്തുകൊണ്ടിരുന്നത്? ഇത് പിന്നെയും ചെയ്ത് നോക്കുവോ? 120 മാർക്കിന് ഡെയിലി എക്സാംസ് ഉണ്ടായിരുന്ന ടൈമില് മറ്റേ 40 മാർക്ക് 30 മാർക്കൊക്കെ കിട്ടിയിട്ടുണ്ട്. പക്ഷെ അതേസമയം 100 ക്രോസ് ചെയ്തിട്ടുള്ള മാർക്കുകളും കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ ഇടയിൽ പല മാർക്ക് വരുമ്പോ നമ്മൾ എവിടെ അപ്പൊ തെറ്റിയതിനർത്ഥം പ്രോപ്പർ ആയിട്ട് പഠിച്ചിട്ടില്ല. അപ്പൊ ഇത് ക്ലാസ് എടുത്ത് തരുന്നതിന്റെ മുന്നേ തന്നെ എക്സാം നടത്തുന്നോട്ട് പിന്നെ പോയ ടോപ്പിക്ക് ക്ലാസ്സിൽ നിന്ന് നല്ലപോലെ മനസ്സിലാക്കാൻ പിന്നെ മനസ്സിലായിട്ടില്ല എന്നുണ്ടെങ്കിൽ റൂമിൽ പോയിരുന്നിട്ട് ആ ടോപ്പിക് ഒന്ന് പഠിക്കുക, 2 ക്വസ്റ്റ്യൻ ചെയ്യാം, 3 ക്വസ്റ്റ്യൻ ചെയ്യാം. അത് കണ്ടിന്യൂ ചെയ്യും. അതായത് ആ ഡെയിലി എക്സാമിന് ആ സംഭവം കിട്ടിയില്ലെങ്കിൽ ആ സാധനം എന്ത് ചെയ്യും, കണ്ടിന്യൂ ചെയ്തിട്ട് പോകും അല്ലേ? ഗ്രേറ്റ്. അത് അടിപൊളി ഒരു സ്ട്രാറ്റജിയാണ് ശരിക്കും. അപ്പൊ പിന്നെ എങ്ങനെയാ അപ്പൊ നമുക്കിപ്പോ കുറെ മോക്സ് നമ്മൾ നടത്തി, കുറെ GAB നടത്തിയിട്ടാണ് നിങ്ങൾ ഇതിലേക്ക് വന്നത്. അപ്പൊ ആ സമയത്ത് സ്കോർ എങ്ങനെ ഉണ്ടായിരുന്നു? സ്കോർ എങ്ങനെയാ കയറി എങ്ങനെയാ വന്നത്? സ്കോർ മോക്ക് ടെസ്റ്റ് GAB 500 ആ ഒരു 600ന്റെ ഇടയിലായിരുന്നു. GAB ഫസ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ ലാസ്റ്റ് മോക്ക് ടെസ്റ്റിലായപ്പോഴും ഫസ്റ്റ് എക്സാമിന്
570 സംതിങ് കിട്ടി. പിന്നെ എല്ലാ എക്സാമും 600 കയറി കയറി 650 ഒക്കെ. എനിക്കപ്പോ തോന്നുന്നു എനിക്ക് കൂടുതലും കുറെ പേർക്ക് ഒരു 500 580 റേഞ്ച് അല്ലെങ്കിൽ 550 ചിലപ്പോൾ അതിലും താഴെ റേഞ്ചിൽ കിട്ടുന്നുണ്ട്. അപ്പൊ ഇപ്പൊ നിലവിൽ അപ്പൊ അവർക്ക് ഇപ്പൊ റിവിഷൻ ആകുമ്പോഴായിരിക്കും അല്ലേ കുറച്ചും കൂടെ ഈ ഒരു കൺസിസ്റ്റൻസി, അതായത് ഇതുപോലെ പ്രോപ്പറായിട്ട് പഠിച്ചു പോയാൽ അല്ലെ. യാസിമിന് എന്താ പറയാനുള്ളത് ആ ഒരു റേഞ്ച് നിൽക്കുന്നവരോട് എന്താ പറയാനുള്ളത്? ഞാൻ ലാസ്റ്റ് മാർച്ചിലൊക്കെ മോക്ക് ടെസ്റ്റ് തുടങ്ങിയതിന് ശേഷമാണ് 600 ആദ്യമായിട്ട് കണ്ടത്. കേക്ക് അതുവരെ 600 എത്തിയിട്ടില്ല. അപ്പൊ ഈ 500 600 ക്രോസ് ചെയ്യാൻ പറ്റും, എന്തായാലും പറ്റും. ഇപ്പോ 620 എന്തായാലും 620ന്റെ മേലെ വേണം ഇനി. സത്യം, അത് ഭയങ്കര ഒരു പോയിന്റ് ആണ്. അത് എനിക്ക് തോന്നുന്നു കുറെ പേര് എനിക്ക് തോന്നുന്നു ഇങ്ങനെ പറയുന്നതെല്ലാം സാറെ 500 അല്ലെങ്കിൽ 550 നിൽക്കുന്നുള്ളൂ, ഇപ്പൊ ഞാൻ അത് നോക്കിയിട്ട് കിട്ടില്ല, അതുകൊണ്ട് ഞാൻ അടുത്ത എക്സാം എഴുതുന്നില്ല. അത് ഭയങ്കര ഒരു ഇതാണല്ലേ. ഈ പോർഷൻസ് പെൻഡിങ് ആണ് അങ്ങനെയൊക്കെ പറഞ്ഞ എക്സാം എഴുതാതിരിക്കുന്നത് ഏറ്റവും വിഡിത്തരാണ്. അപ്പം മാക്സിമം സ്കോർ ചെയ്യാൻ നിങ്ങൾക്ക് ഇനിയും സ്കോർ കൂട്ടാവുന്നതേ ഉള്ളൂ, ആ റേഞ്ചിലേക്ക് എത്തിക്കാവുന്നതേ ഉള്ളൂ എന്നാണ് ആസിം പറയുന്നത്. യെസ്, അപ്പൊ ഇനിയിപ്പോ നമ്മുടെ നീറ്റ് വരാൻ പോവുകയാണ്. എക്സാം എഴുതാൻ പോകുന്നവർക്ക് കോമൺലി പറയാനുള്ള ഒരു മെസ്സേജ് എന്തായിരിക്കും? ഈ ടൈമില് ഡൗൺ ആവാതിരിക്കുക, ഇനിയും ടൈമുണ്ട്. ഈ ടൈമിൽ കൺസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്ത് പോയാൽ എന്തായാലും കിട്ടും. അപ്പം ഓൾ ദ വെരി ബെസ്റ്റ് ആസിം. എന്തായാലും ഞാൻ ഇനി ഇടയ്ക്ക് വരും, ഇടയ്ക്ക് വന്നിട്ട് ഇങ്ങനെ കുറേ സംശയങ്ങൾ ഇങ്ങനെ ചോദിക്കും. ആസിം ഭയങ്കര അടിപൊളിയായിട്ട് ഇത് എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നുണ്ട്. നമുക്കത് കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. നമ്മളിവിടെ പഠിച്ച ഒരാൾ പഠിച്ചിട്ട് ഇപ്പം ഒരു മെഡിക്കൽ കോളേജിൽ എത്തുന്നു, ആള് വേറെ കാര്യങ്ങൾ ഇങ്ങനെ ഓരോന്ന് എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇറ്റ്സ് വെരി നൈസ് ടു ഹിയർ. അടുത്ത വർഷം നിങ്ങൾ ഇതേപോലെ നമ്മളെയൊക്കെ വിളിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യുക. ആസിം ഈസ് എ ലിവിങ് എക്സാമ്പിൾ. അപ്പം ഓൾ ദി വെരി ബെസ്റ്റ്. അപ്പം നമുക്ക് ഇനിയും കാണാം. താങ്ക് യു.